ഹായ് ഫ്രണ്ട്സ്, ട്രബിൾ ഷൂട്ടർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സോണി ഹോം തിയേറ്ററാണ്. നോർമൽ ഹോം തിയേറ്റർ, സോണി 5.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോണി ഹോം തിയേറ്റർ. അപ്പോൾ ഇനി ഒരു റിമോട്ടും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ബട്ടൺ ഒന്നുമില്ല. നമ്മൾ റിമോട്ടിൽ ഓൺ ചെയ്യണം. നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഒരു ഓണായ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. റിമോട്ട് വർക്കിംഗ് ആണ്. ഒരു കാര്യം എന്തായാലും ഇത് അയച്ചു നോക്കാം. അപ്പോൾ ഇതാണ് സോണിയുടെ ഹോം തിയേറ്റർ. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് കത്തിയിട്ട് കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. ട്രാൻസ്ഫോമർ, കോഡ് വയർ, സ്വിച്ച് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ സ്വിച്ച് നമുക്ക് ചെക്ക് നോക്കിയാലോ. സ്വിച്ച് കോണ്ടാക്ട് ഉണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കോഡ് വയർ ചെക്ക് ചെയ്യാം. കോഡ് വയറും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ ഇവിടെ കിടപ്പുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫോമർ നോട്ട് വർക്കിംഗ്. കോയിൽ കണക്ടിവിറ്റി കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ അയക്കാം. അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ ഊരിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഓക്കെ, ഈ ബോർഡ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ അയച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സോണിയുടെ ട്രാൻസ്ഫോമർ. നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. നോ കോണ്ടാക്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ പോയതാണ്. പ്രൈമറി വൈൻഡിങ് പോയിട്ടുണ്ട്. ഇത് വന്ന വഴിക്ക് നമുക്ക് എവിടെയും ഫ്യൂസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ചില ഫ്യൂസ് മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക. റെഡി ഈ ട്രാൻസ്ഫോമർ മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയില്ല. അതിനകത്ത് ടാപ്പ് ഉണ്ട്, ഇത്ര വോൾട്ടാന്ന് എഴുതിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബോബിൻ്റെ ഈ ടോപ്പ് കവർ ഇങ്ങനെ പൊട്ടിച്ചെടുത്താലും ഫ്യൂസ് കാണുന്നില്ല. ഒരു ഇൻറ്റേർണൽ ഫ്യൂസ് ഉണ്ടാവേണ്ടതാണ്. ഏതെങ്കിലും വിധത്തിൽ അത് ഷോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രശ്നം സോൾവ് ആകും. പക്ഷേ ഇതിങ്ങനെ അഴിക്കുന്ന സമയത്ത് വൈൻഡിങ്ങിൽ എവിടെയും തട്ടിപ്പോവോ, വൈൻഡിങ് കട്ടാവുകയോ ഷോർട്ടാവുകയോ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് അഴിക്കുന്നതാണ്. സൈഡ് അഴിക്കാൻ പറ്റില്ല, കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലെവിടെയാണ് ഫ്യൂസ് ഉള്ളത് എന്നുള്ളത് ഇങ്ങനെ ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്യൂസ് ഉണ്ട്, ഇതുണ്ടോ? ഇതാണ് ഫ്യൂസ്. ഈ ഫ്യൂസിൻ്റെ ഒരു ലെഗ് ഇവിടെയുണ്ട്. ആ ലെഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. നമുക്ക് വയറുമായിട്ടുള്ള കണക്ഷൻ വരുന്ന ആ ലെഗ് കിട്ടി. അടുത്ത ഒരു ലെഗ് ഉണ്ട്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ആ ലെഗ് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കവിടെ സോൾഡർ ചെയ്തെടുക്കണം. അതെങ്ങനെ സോൾഡർ ചെയ്യും എന്നുള്ളതാണ് ടാസ്ക്.
എന്തായാലും നമുക്ക് ആ ലീഡ് കിട്ടിയിട്ടുണ്ട്, കോണ്ടാക്റ്റ് കിട്ടിയില്ല. പൊട്ടിപ്പോയാൽ പണി പാളും. കണ്ടോ, ലീഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ലീഡ്. നമുക്ക് എന്തായാലും ഇത് ഇവിടെ തന്നെ നിർത്താം. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂറ്റിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലീഡ് കറക്റ്റാണ്. ചെറിയൊരു കഷ്ണം വയറിട്ടിട്ട് നമുക്കത് സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ഒന്നും കൂടി ഈ മീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ട്രാൻസ്ഫോമർ ചാലും ആണ് എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫിറ്റ് ചെയ്തൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡ് ബൈയുടെ LED ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ടിൽ ഓൺ ചെയ്ത് നോക്കാം. റിമോട്ടിലത് ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊക്കെ ഒരു ഇൻപുട്ട് സൗണ്ട് കൊടുത്ത് നോക്കണം. വോളിയൊക്കെ കൂടുന്നുണ്ട്. എല്ലാ വോളിയും നമുക്ക് കൂട്ടി വെക്കാം. ഓക്കെ, ഓക്സ് എടുക്കുന്നുണ്ട്. നമുക്ക് സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. നമുക്ക് ഓക്സ് ഇൻപുട്ടിലേക്ക് മൊബൈലിൽ നിന്നൊരു സൗണ്ട് കൊടുക്കാം. ഓക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. സംഭവം ചാലുവാണ്. അതുപോലെ തന്നെ സൈഡ് സ്പീക്കറും കൂടെ കൊടുക്കാം. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് കൊടുക്കാം. അതിലുണ്ട്. നമുക്ക് മൊബൈലിൽ അല്ലെങ്കിൽ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് നോക്കാം. ഫ്രണ്ട് ചാനലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സബ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു ചാനൽ കൂടെ കൊടുത്ത് നോക്കാം. എല്ലാ ചാനലും ചെക്ക് ചെയ്യാം. എല്ലാ ചാനലും ഉണ്ട്. അപ്പോൾ നമ്മുടെ സോണിയുടെ ഹോം തിയേറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് ട്രാൻസ്ഫോമർ പോയതായിരുന്നു. ട്രാൻസ്ഫോമർ നമുക്ക് റീവൈൻഡ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിൽ ആ മോഡൽ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി സെക്ഷൻ്റെ അവിടെ പൊളിച്ചിട്ട് എന്നിട്ട് ഫ്യൂസ് ഉണ്ട്, അതിൻ്റെ ഫ്യൂസ് ഉണ്ടായിരുന്നു. ആ ഫ്യൂസ് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എത്ര നാൾ പോകുമെന്ന് നമുക്ക് നോക്കാം. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം.